എന്നാൽ ഒരു സാധാരണ കടയായി തുടർന്നാൽ പോരാ എന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. 80കളുടെ തുടക്കത്തിൽ ജിദ്ദയിൽ 400ഓളം ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ രംഗപ്രവേശനം ചെയ്തു. അതൊരു വലിയ മത്സരക്കളമായി മാറി. അതിലേറെ അവരുടെ ബ്രാൻഡിന്റെ പേരും മെനുവും അനുകരിച്ച് കടകൾ വ്യാപകമായി. ഇത് അൽബൈക്കിന് വലിയ ഭീഷണിയായിരുന്നു. എന്നാൽ തങ്ങളുടെ ഉൽപ്പന്നം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സ്വപ്നവുമായി ഈസാൻ പാരീസിലേക്ക് പറന്നു. അവിടെ ഫുഡ് ടെക്നോളജി ആഴത്തിൽ പഠിച്ചെടുത്തു. 1984-ൽ ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ 18 രഹസ്യ മസാലക്കൂട്ടുകൾ ചേർത്ത അൽബൈക്കിന്റെ ഇന്നും രഹസ്യമായ ആ മാന്ത്രിക പാചകക്കുറിപ്പ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ബിസിനസ് പതിയെ തിരിച്ചുവരവിന്റെ പാതയിലായി. നഷ്ടങ്ങൾ നികത്താനും പിന്നീട് ലാഭം കൊയ്യാനും തുടങ്ങി. 1986-ൽ അവർ റെസ്റ്റോറൻറ്റിന് പുതിയ പേര് നൽകി, അൽബൈക്ക്. ടർക്കിഷ് ഭാഷയിൽ ഇതിനർത്ഥം പ്രധാനപ്പെട്ട ഒന്ന് എന്നാണ്. അതെ, അൽബൈക്ക് സൗദി അറേബ്യയുടെ ഹൃദയത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയായിരുന്നു. അൽബൈക്കിന്റെ വളർച്ച അവിടെ നിന്നില്ല. 2 വർഷത്തിന് ശേഷം ഹജ്ജ് സീസണിൽ മിനയിൽ അൽബൈക്ക് സീസണൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി. ഇതുവഴി ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഭക്ഷണം എത്തിക്കാൻ അൽബൈക്കിന് സാധിച്ചു. ഈ സീസണൽ റെസ്റ്റോറൻറ്റുകളിലൊന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റുകളിലൊന്നായി മാറി. പിന്നീട് മദീനയിലും അൽബൈക്ക് തുറന്നു. എല്ലാവരുടെയും മനവും വയറും ഒരുപോലെ നിറച്ച് അൽബൈക്ക് അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. റിയാദിൽ അൽബൈക്ക് ഇല്ലാതിരുന്ന കാലത്ത് 9 മണിക്കൂർ യാത്ര ചെയ്ത് ജിദ്ദയിൽ നിന്ന് കാറിന്റെ ഡിക്കി നിറയെ ചിക്കനുമായി വരുന്ന ഡ്രൈവർമാരുടെ കാഴ്ചകളും അന്ന് കാണാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അൽബൈക്ക് സൗദിയിലൊരു സാംസ്കാരിക പ്രതിഭാസമായി മാറി.